ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. 27 രാവിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നെയ്യപ്പൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇവിടെ അധികം മധുരമൊന്നും ആർക്കും വേണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ അതൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ അത് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഒന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ തുണി കഴുകലൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, കഴുകി വെച്ചു. പിന്നെ ഒരു 100 രൂപ എടുത്തിട്ട് കടയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഇന്ന് പത്തിരി ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി പത്തിരിപ്പൊടിയൊന്നുമില്ല, എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 1 മണിയാകുമ്പോഴേക്കും കടയൊക്കെ അടയ്ക്കും കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ പത്തിരിപ്പൊടിയൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയം അയാൻകുട്ടി ഭയങ്കര കരച്ചിലാണ് കേട്ടോ, വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ അവനിക്കൊരു ബിസ്ക്കറ്റോ പഴമോ അങ്ങനെ അതും എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് കരുതി ഞാനങ്ങനെ കടയിൽ പോയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാരിങ്ങനെയാണല്ലോ അല്ലേ, എന്തെങ്കിലും സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പോഴേക്കപ്പോഴേ കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടല്ലേ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലേ. അങ്ങനെ ഞാൻ എന്താ ഒരു 100 രൂപയും കൊണ്ട് കടയിലൊക്കെ പോയി 1 കിലോ അരിപ്പൊടി മേടിച്ചു കേട്ടോ. 1/2 കിലോൻ്റെ 2 കവറായിട്ട് 1 കിലോ അരിപ്പൊടി മേടിച്ചു. പിന്നെ ഒരു 2 നേന്ത്രപ്പഴം, പിന്നെ ഒരു 10 രൂപേൻ്റെ ഒരു ടൈഗറിൻ്റെ ബിസ്ക്കറ്റും മേടിച്ചു കേട്ടോ. അപ്പോൾ അയാൻകുട്ടി അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ, അങ്ങനെ ഓരോന്ന് വേണമെന്ന് പറഞ്ഞ കരച്ചിലാണ്. അപ്പോൾ എനിക്കൊരു പഴം കഴിക്കാമെന്ന് കരുതിയിട്ട് ഒരു പഴം കൊടുത്തപ്പോൾ അതൊന്നും വേണ്ട, എനിക്ക് ബിസ്ക്കറ്റ് തന്നെ വേണമെന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ ബിസ്ക്കറ്റിൽ എന്നെ വാശി പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ അവനിക്ക് ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അവനക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താലൊന്നും ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. അങ്ങനെ വാശി പിടിച്ച് കരച്ചിലൊക്കെയാണ് കേട്ടോ, എന്നും ഉണ്ടാവില്ല, ഇടയ്ക്കൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇതാ 1 കിലോ പൊടി മേടിച്ചു കേട്ടോ. 1 കിലോ പൊടിക്ക് 60 രൂപയാണ്, 1/2 കിലോ എനിക്ക് 30. അങ്ങനെ 2 പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പത്തിരിപ്പൊടിയാണ്. അപ്പോൾ ഇനി പത്തിരിപ്പണിയൊക്കെ നേരത്തെ ഒന്ന് കഴിച്ച് വെക്കണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. അപ്പോൾ വെറുതെയാണ് ഇതൊക്കെ പറയണത്, എന്നാലും നമ്മളുടെ പറയണ ഒരു കടമയ്ക്ക് വേണ്ടി ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ നമുക്കറിയാം, എന്നാലും ഒന്നും ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞാൻ എന്താ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടിയിട്ട്, അപ്പോൾ ഞാൻ 1/2 കിലോ പൊടിയാണ് വാട്ടിയെടുക്കുന്നത്. 1/2 കിലോ പൊടി പറഞ്ഞാൽ എൻ്റെ കപ്പ് 1/2 കിലോൻ്റെ കപ്പാണ് കേട്ടോ. അതിൽ ഫുള്ളൊന്നും ഇല്ല കേട്ടോ പൊടി, അതിനൊക്കെ ഒരു കുറച്ച് കുറവൊക്കെ ഉണ്ട്. പിന്നെ പൊടിയൊക്കെ വാട്ടിയതാ പത്തിരി ഒന്ന് ഷീറ്റിലിട്ട് കുഴച്ചെടുക്കണ്ട. അപ്പോൾ ഈ ഷീറ്റ് നല്ലൊരു ഉപയോഗമുള്ളതാണ് കേട്ടോ. നമുക്ക് പത്തിരിപ്പൊടി കുഴയ്ക്കുമ്പോൾ ഇതുപോലെ ആ ഷീറ്റ് മടക്കിയിട്ടും കുഴച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ പത്തിരി കല്ലിൽ ഒന്ന് കുഴലിലിട്ട് പരത്തിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. മോളിങ്ങനെ അതാ പ്രസ്സിലൊക്കെ ഒന്ന് അമർത്തി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് ആ ഷീറ്റിലൊക്കെ ഇട്ടിട്ട് പ്രസ്സിലും കൂടെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ പൊടിയൊക്കെ പത്തിരിയൊക്കെ. അങ്ങനെ പത്തിരി പരത്തിൽ ഫുള്ളും കഴിഞ്ഞു. പിന്നെ പത്തിരി ചുടലൊക്കെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ രാവിലെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പത്തിരി ചുട്ടൊക്കെ വെക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് സമയമൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ചിക്കൻ കറിയും രാവിലെ തന്നെ വെച്ചു. പത്തിരിയും രാവിലെ തന്നെ ചുട്ടെടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ വൈകിട്ട് തരിക്കഞ്ഞി കാച്ചലും അങ്ങനെയുള്ള കുറച്ച് പണികൾ മാത്രമായിരുന്നു. അപ്പോൾ ഈ ഷീറ്റ് നമുക്ക് നല്ലൊരു ഉപകാരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് മേടിച്ചാണ്. ഇത് 126 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഷെമീറ ചോദിച്ചിരുന്നു, നമ്മുടെ ഷെമീറ ഡ്രീംസിൽ അവൾ ചോദിച്ചിരുന്നതിൻ്റെ റേറ്റ് എത്രയാണ്, 126 കേട്ടോ. അപ്പോൾ നമുക്ക് പത്തിരി പൊടിയൊക്കെ വാട്ടുമ്പോൾ കൈ പൊള്ളൊന്നുമില്ല. ആ ഷീറ്റിൻ്റെ മീതെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കൈ പൊള്ളാതെ പെട്ടെന്ന് കുഴച്ചെടുക്കാനും പറ്റും കേട്ടോ. അങ്ങനെ അത് പത്തിരി ഫുള്ളും പരത്തലും ചുടലും അതെല്ലാം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതേ അടുപ്പിൽ തന്നെ കുറച്ച് ചിക്കനൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ചിക്കൻ കറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് അവരാണ് ഇന്ന് ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ അവർ വെക്കുന്ന രീതിയൊക്കെ ഒരു വേറെ സ്റ്റൈലാണ്. ഞാൻ കുറേ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിക്കഴിഞ്ഞതിന് ശേഷം പൊടിയിട്ട് കൊടുക്കും, പൊടികളെല്ലാം ഇടും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ വെക്കുക. ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കൊന്ന് പകുതി തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് രസമാകുമ്പോൾ പോലെ വെക്കണം. ചിക്കൻ രസമായിക്കോട്ടെ, കറി എല്ലാവർക്കും വേണമല്ലോ എന്ന് കരുതിയിട്ട് ഒന്ന് ചാറൊക്കെ നീട്ടിയിട്ടാണ് കേട്ടോ വെച്ചെടുക്കുന്നത് ചിക്കന്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ആയി. പിന്നെ വൈകിട്ടാണ് കേട്ടോ തരിക്കഞ്ഞി കാച്ചിയതും പിന്നെ മുന്തിരി ജ്യൂസൊക്കെ തലേ ദിവസം അടിച്ചത് കുറച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മുന്തിരി ജ്യൂസൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പണികളൊക്കെ ഏകദേശം ആയി. അപ്പോൾ അയ്യാൻകുട്ടിക്ക് 2 പത്തിരി കഴിക്കാൻ കൊടുക്കണം. മോന് ക്ഷീണം കൊണ്ട് ഒന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അയ്യാൻകുട്ടി ചോറ് കൊടുത്തിട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനിക്ക് പാലൊക്കെ ഒഴിച്ച് 2 പത്തിരിയൊക്കെ നേരത്തെ കഴിക്കാൻ കൊടുത്തു. പിന്നെ ഞങ്ങൾ നോമ്പ് തുറക്കേണ്ട നേരമൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് പിന്നെ പത്തിരിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ പത്തിരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് നല്ല 1 ഗ്ലാസ് അടിപൊളി ചായയൊക്കെ ഇട്ട് കുടിക്കുകയാണ് കേട്ടോ. അസ്സലാമു അലൈക്കും.